ആയിട്ടുള്ള ടോപ്പാണ് വരുന്നത്. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒന്ന് എണീറ്റ് വന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് എൻ്റെ അനീത്തിയുടെ അപ്പാർട്ട്മെൻറ്റിലാണ്. ഞാൻ എൻ്റെ അനീത്തിയുടെ അപ്പാർട്ട്മെൻറ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മളുടെ ഹോൾ ഏരിയ. ഇവിടെ ലൈറ്റ് ഇടണമെന്ന് തോന്നണേ. എല്ലാവരുടെയും ലൈറ്റ് ഇടുന്നതിന് അവൾ എന്നെ തെറി വിളിക്കും. പിന്നെ ഇതാണ് മെയിനായിട്ടുള്ള ഹോൾ ഏരിയ. നല്ല പെയിൻറ്റിങ് കേട്ടോ. ഇത് ഓൺലൈനായിട്ട് എനിക്ക് തോന്നുന്നു ആമസോണിൽ നിന്ന് അങ്ങോട്ട് വാങ്ങിച്ച പെയിൻറ്റിങ്ങാ. അച്ഛനും അമ്മയും വാങ്ങിച്ചവർക്ക് കൊടുത്തതാ. എന്തൊരു ഭംഗിയല്ലേ ഇത് കാണാനായിട്ട്. നല്ല അടിപൊളി സാധനം. ഇവിടെ എൻ്റെ അനിയത്തിയിലും മോനുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ കുസൃതികളാണ് ഇവിടെയൊക്കെ ചുമരുമൊക്കെ കാണിച്ചു വെച്ചത്. ഇവർ മലേഷ്യ പോയപ്പോൾ ഉണ്ടാക്കിയൊരു പില്ല കേസ് ഉണ്ട്. ഇതാണ് എൻ്റെ അനിയത്തിയും ബ്രദറിൻ്റെയും എൻ്റെ തെക്കുടും കുട്ടൂസ് നമ്മൾ വിളിക്കും. ഇതാണ് എൻ്റെ ഫുൾ ഫാമിലി. അച്ഛൻ, അമ്മ, ഇത് സുലീഷ് നമ്മൾ വിളിക്കും എൻ്റെ ബ്രദറിൻ്റെ, പുള്ളിയുടെ അമ്മ, എൻ്റെ അനിയത്തി, പിന്നെ എൻ്റെ കുട്ടൂസ് ആദവ് എന്നാണ് പേരാവട്ടെ. ഇതാണ് അവരുടെ ഫാമിലി. ഇതൊക്കെ പലയിടത്തും ഒരു ട്രിപ്പ് പോയപ്പോൾ ചെയ്താണ് ഇതാട്ടോ ഫോട്ടോസൊക്കെ. ഇതിപ്പോഴും നമ്മളുടെ എല്ലാ വീട്ടിലും എന്തായാലും ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഈ ഒരു നെറ്റിപ്പട്ട. എൻ്റെ വീട്ടിലുണ്ട്, ഇവരുടെ വീട്ടിലുണ്ട്, എൻ്റെ ആഫ്രിക്കയിലെ വീട്ടിലുണ്ട്. ഇതെല്ലാം അച്ഛനും അമ്മയും നമുക്ക് ഗിഫ്റ്റ് തരുന്ന സാധനങ്ങളാട്ടോ. ഓ നല്ലതായിട്ടാണ് ഇത്. പിന്നെ ഇതാണ് കിച്ചൺ കം മറ്റേ ഏരിയ. ഇതാണ് നമ്മൾ താമസിക്കുന്ന റൂം. ഇതാണ്. ഇനി ഞാൻ ഈ വീടിൻ്റെ അടുക്കള കം കിച്ചൺ ഏരിയ ആണ് കേട്ടോ. അവിടെ കിച്ചൺ, ഇവിടെ ഹോൾ ഏരിയ, നമ്മൾ ഡൈനിങ് ഒക്കെ. പിന്നെ ഇവിടെ വേറൊരു ബെഡ്റൂം ഉണ്ട്. അപ്പോൾ ഇതാണ് വേറൊരു ബെഡ്റൂം. ബട്ട് ഇത് അവർ കിടന്നുറങ്ങുന്നതാണ്. പിന്നെ ആ ബെഡ്റൂമിലാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ബെഡ്റൂം ഉണ്ട്, കുട്ടികളുടെ ബെഡ്റൂം. പിന്നെന്താ ഇത്രയുള്ള ഈ വീടിൻ്റെ. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം. ഇതാണ് പൂജാമുറി കേട്ടോ. ആക്ച്വലി ഇത് നല്ല രസമുള്ള പൂജാമുറി. ഇവിടെ കണ്ടോ തിരുപ്പതി ഭഗവാന്റെ ഇതാണ് വെച്ചത്. പൂജാമുറി നല്ല രസം. അതിൻ്റെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റൊക്കെ വരും. ഇതാണ് ഇതിൻ്റെ ഒരു ബാൽക്കണി. പിന്നെ അപ്പുറത്തെ സൈഡിൽ കിച്ചൻ്റെ ഭാഗത്ത് കണ്ടതാണ് വേറൊരു ബാൽക്കണി. പിന്നെ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്, ഇവിടെ ഒരു ജിമ്മുണ്ട്, അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. കണ്ട ആമസോണിൽ നിന്ന് എൻ്റെ എന്താ പറയുക അനു വാങ്ങിച്ച ഒരു നെറ്റാണ്, മോസ്കിറ്റോ നെറ്റാണ്. ഇത് സൈഡിലപ്പോൾ ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റും. പക്ഷേ ഇതിന് ഏറ്റവും നല്ല പ്രത്യേകത, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കാണിച്ചു തരാം. കണ്ടോ, ഇത് നമ്മൾ കൈ എടുക്കണ അപ്പം തന്നെ അതിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ആവും. സീ കണ്ടോ, ഇത് മാഗ്നറ്റ് ഉണ്ട് ഇതുമ്മേ. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷെ എനിക്കിതൊരു ബെസ്റ്റ് ബൈ ആയിട്ട് തോന്നി കേട്ടോ. കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് എന്താ പറയുക, ഇതിൽ മാഗ്നറ്റ് ഉള്ള കാരണം ഇപ്പം ഞാൻ ഇങ്ങനെ പിടിച്ചു വിചാരിക്കുക. കണ്ടോ, നല്ല അടിപൊളി സാധനം. അപ്പം ഇവിടെ ഏറ്റവും അതിരാവിലെ 6 മണിക്കാന്ന് തോന്നുന്നുണ്ട് ഒരു കുക്ക് വരും. അപ്പം ഇന്നിപ്പോൾ ഉണ്ടാക്കി വെച്ചത് പോഹ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു, എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അനിയത്തി കാലത്തെ തന്നെ ജോലിക്ക് പോയി. അപ്പോൾ അവളുടെ ചോറ്, പിന്നെ എന്ത് ചെയ്യുന്നു, മുട്ട പുഴുങ്ങിയത്, കടലക്കറി, പിന്നെന്തോന്നാ തക്കാളിക്കറി തോന്നുന്നുണ്ട്. ഞാൻ എഴുന്നേറ്റ് പിടിച്ച് വന്നപ്പോഴേക്കും അവള് കളിക്ക് പോയി. പിന്നെ എന്നിട്ട് കൊത്തമര തോരൻ. ഈ സാധനം എനിക്ക് ചെറുപ്പത്തിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു വെജിറ്റബിൾ ആട്ടോ. പക്ഷേ ഇപ്പം അങ്ങനെ അത്ര വിദ്വേഷമൊന്നുമില്ല അതിനോട്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇത് വർക്കിംഗ് ആണ്. ചെന്നിട്ട് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഹലോ പറഞ്ഞി.
നമ്മളിവിടെ വന്ന ആ സെയിം ആഴ്ച തന്നെ നമ്മളിവിടെ ബാംഗ്ലൂരിൽ നിന്ന് വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ വർക്കിംഗ് ടൈമിൽ നമ്മളിവിടെ വർക്ക് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള സമയത്താണ് എന്തെങ്കിലും ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഷോപ്പ് ചെയ്യാനോ ഒക്കെ ഇറങ്ങണത്. ഇപ്പോൾ ഇവിടെ ഏകദേശം 10:30 സമയം. സോ പിന്നെ ഞാൻ എൻ്റെ പണി തുടങ്ങിയായിരുന്നു. ഇവിടെ എക്സസൈസ് എടുക്കാനായിട്ട് ഈ ഒരു മെഷീൻ വാങ്ങിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഈ നമ്മളെല്ലാവരും മീൻസ് ഞങ്ങളിപ്പോൾ വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതിൽ ചെയ്യും. ഇവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ഇതിൽ ഈ മെഷീനിൽ എക്സസൈസ് ചെയ്യും. അപ്പോൾ ഇന്നലെ നമ്മളിവിടെ താമസിക്കുന്ന മാർത്തള്ളി സൈഡിലാട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ അവിടെ പണ്ട് ഒരു ടോട്ടൽ മാൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഐ തിങ്ക് 2-3 വർഷം മുന്നേ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പേര് മാറ്റി ഇപ്പോൾ സെൻട്രോ എന്ന് പറഞ്ഞിട്ടൊരു മാളാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടാവാറുണ്ട്. ഐറ്റംസിൻ്റെ ക്വാളിറ്റി ഒക്കെ നന്നായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കുറേ ബ്രാൻഡുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ അവിടെ ഷോപ്പിങ്ങിന് പോയായിരുന്നു. ഒരു ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാൻ കുറച്ച് സാധനം വാങ്ങിച്ചായിരുന്നു. ഞാൻ ഈ വാങ്ങിച്ച സാധനം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം വാങ്ങിച്ചത് ഒരു വൈറ്റ് പാൻറ്റാട്ടോ. ഇത് ആക്ച്വലി നിറ്റ് പോലത്തെ, പക്ഷെ ഇതിനുള്ളിൽ ലൈനിങ് ഉണ്ട് കാണാം. ഉള്ളിൽ ആക്ച്വലി ഒരു ഫുൾ ലൈനിങ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാല് കാണില്ല. അപ്പോൾ ആ ടൈപ്പിലൊരു പാൻറ്റ് വാങ്ങിച്ചു. നല്ല രസമുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇങ്ങനത്തെ ഒരു ക്രോപ്പ് ടോപ്പാട്ടോ. ഇത് ആക്ച്വലി ഒരു ക്രോപ്പ് ടോപ്പാണ്. ബട്ട് ഞാൻ വെച്ചോ എനിക്ക് ക്രോപ്പ് ടോപ്പായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബ്ലൗസായിട്ട് യൂസ് ചെയ്യാം. ഇതിന് ഇങ്ങനത്തെ ഒരു സ്ട്രിങ് ആയിട്ടുള്ള ടോപ്പാണ് വരുന്നത് കണ്ടോ. അപ്പോൾ ഇതിലും നല്ല ഭയങ്കര ഒരു പാർട്ടി വെയർ സാരിക്കൊക്കെ ഒപ്പം ബെസ്റ്റ് ഒരു നൈസ് ഓപ്ഷനാണെന്ന് വിചാരിച്ചിട്ട് ഞാനിത് എടുത്തത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇങ്ങനത്തെ ഒരു ടോപ്പ്. ഇതെനിക്ക് ജീൻസിൻ്റെ ഒപ്പോ അല്ലെങ്കിൽ ഫോർമൽ പാൻസിൻ്റെ ഒപ്പോ അല്ലെങ്കിൽ ഒരു പാർട്ടി വെയറൊക്കെ ആയിട്ട് ഇടാൻ പറ്റും. കാരണം ഇതിന് ഇങ്ങനത്തെ ഒരു നെക്ക് വർക്ക് വരുന്നുണ്ട് വേണ്ട. പിന്നെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹീല് വേണമെന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഹീല് മേടിച്ചു. അത്യാവശ്യം നല്ല ഹീലുണ്ട്. ഇതാണ് ഞാൻ വാങ്ങിച്ചത്. ഇനി നമുക്ക് കുക്കുണ്ടാക്കിയ പോഹയും കടലക്കറിയും കഴിച്ചു നോക്കാം. ബാംഗ്ലൂർ ഒട്ടുമിക്ക വീടുകളിലും പല എന്താ പറയുക ഭാഷക്കാരായ കുക്കുകളെ കിട്ടും. പക്ഷെ മലയാളി കുക്കുകളെ കിട്ടാൻ പാടാണ്. കുക്കിനായിട്ട് ഒന്നും കുക്ക് ചെയ്യാറുണ്ടോ? ആക്ച്വലി ഈ കുക്ക് വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ. മുന്നുണ്ടായിരുന്ന കുക്ക് അടുക്കളയിൽ സാധനങ്ങളൊക്കെ തട്ടിപ്പൊട്ടിക്കുന്ന കാരണം നേടാന്ന് വെച്ചോളൂ. ഇപ്പോൾ പുതിയ എണ്ണത്തിന് കിട്ടിയതാ. ഞാനൊരു ചായ ഉണ്ടാക്കി കുടിക്കാനായിട്ട് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഒരാഴ്ച എന്തായാലും വർക്കിംഗ് എടുത്തുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കൻ സമയത്താണ് എനിക്ക് ജോലി ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് 3.5 മണിക്കൂർ നമ്മളെക്കാളും പിന്നിലാണ്, ഇന്ത്യയെക്കാളും പിന്നിലാണ് സൗത്ത് ആഫ്രിക്ക. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിലാണ് എൻ്റെ ലാപ്ടോപ്പ് സമയം സെറ്റാക്കിയത് 8:30. പക്ഷേ ആക്ച്വലി സ്പീക്കിംഗ് ഇപ്പോൾ 12:30 സമയം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആകെ നമ്മളൊരു ടൈം കൺഫ്യൂഷനിലാണ്. അതിനൊരു ചായയും ബിസ്ക്കറ്റൊക്കെ ആ ഒരു പോഹ തിന്ന് ഉഷാറാവാത്തത് കാരണം ഒരു ചായയും ബിസ്ക്കറ്റും കഴിച്ചൊന്ന് ഉഷാറാവാന്ന് വിചാരിച്ചു. നമ്മൾ മാർത്തള്ളിയിൽ സ്റ്റേ ചെയ്യണോണ്ടും ഇവിടെ തൊട്ടടുത്ത് തന്നെ നാഗാർജുന എന്ന് പറഞ്ഞ നല്ലൊരു ആന്ധ്ര മീൽസ് കിട്ടണ റെസ്റ്റോറൻ്റ് ഉള്ള കാരണം നമുക്ക് ഭയങ്കര ആഗ്രഹം അവിടെ പോയി ഫുഡ് കഴിക്കണം എന്നുള്ളത്. പക്ഷേ ഉണ്ടല്ലോ ഇവിടെ ബാംഗ്ലൂർ എവിടേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ ട്രാഫിക് കാരണം ഉണ്ടല്ലോ നമ്മൾ ഒരു എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അത് മഴയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു അരമണിക്കൂർ എടുക്കുന്ന സ്ഥലം 1 മണിക്കൂർ എടുക്കുന്ന സ്ഥലം മിനിമം ഒരു 2 മണിക്കൂർ എടുക്കും എന്നുള്ളതാണ് സത്യം. അതാണ് എനിക്കിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോകാമെന്ന് പറയുമ്പോഴേക്കും പേടിയാണ്. ഞാൻ അങ്ങനെ കുറേ നേരം ഇങ്ങനെ ട്രാഫിക്കിൽ ഇങ്ങനെ സ്റ്റക്കായി കിടക്കുമല്ലോ എന്നുള്ളത്. അപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 1-1.5 കിലോമീറ്റർ മാത്രമുള്ള നാഗാർജുന ആന്ധ്ര മീൽസ് കിട്ടുന്ന നല്ല നാഗാർജുന റെസ്റ്റോറൻറ്റിലേക്ക് പോകാനായിട്ടാണ് ഞാൻ റെഡി ആയത്. അനു വീട്ടിലില്ലാത്തപ്പോൾ എൻ്റെ അനിയത്തി അവളുടെ കുർത്തയാണ് ഞാൻ ഈ കയറ്റിയിട്ടണത്. അവളോട് ചോദിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. വീട്ടിൽ വരുമ്പോൾ ചീത്ത കേൾക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പം നമ്മൾ പോവാൻ പോവാണ്. നമ്മൾ ഏകദേശം ഒരു 12:30-1 മണി ആ സമയം നോക്കിയാട്ടാണ് പോയത്. എന്നാലും അത്യാവശ്യത്തിന് തിരക്ക് അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പോകണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പിടിച്ച് പോകണം. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ എപ്പോഴും തിരക്കുള്ള റെസ്റ്റോറൻറ്റാണ്.
ഇതൊക്കെ ഒരു എലേൻ്റെ പോലത്തെയാണ് കേട്ടോ മെനു കൊണ്ടുവന്നത്. നമ്മളപ്പോൾ ഇവിടെ നാഗാർജുന സ്പെഷ്യൽ ആന്ധ്ര മീൽസും പിന്നെ നാഗാർജുന ചിക്കൻ ഫ്രൈയും പിന്നെ എന്തായിരുന്നു ഓർഡർ ചെയ്തത്? പിന്നെ അതിലായിരുന്നു ചിക്കൻ ലോലിപോപ്പാണ്, ചിക്കൻ പക്കോടയായിട്ട് ഓർഡർ ചെയ്തത്. ഞാൻ ആക്ച്വലി സ്പെഷ്യലായിട്ട് വന്നത് ഇവിടുത്തെ മീൽസ് കഴിക്കാനാണ്. നമുക്ക് നോക്കാം. Yeah, keep this. ഇവര് നന്നായിട്ട് ഗീയൊക്കെ തരും കേട്ടോ. നമുക്കിവിടെ രസമുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ മോരുണ്ട്, പിന്നെ ഇതെന്തോ പായസമുണ്ട്, പിന്നെ ചോറ്, പിന്നെ പരിപ്പ് കറി, പിന്നെ വഴുതനങ്ങേൻ്റെ ഇത്, പിന്നെ എന്തോ ഒരു ചമ്മന്തി, പിന്നെ ഇതാ കട്ടത്തൈര്, ഇവിടെ പൊടി, പിന്നെ ഇവിടെ കൊണ്ടാട്ടം മുളകാണ്. ഇത് മറ്റേ ഗോങ്കൂര പച്ചടി അല്ലേ? ഗോങ്കൂര ഒരു തരല്ലേ കൊണ്ടുണ്ടാക്കണ അച്ചാറായിട്ടാ. ഇനി ഇവര് പറയാ ഗോങ്കൂര പച്ചടി എന്നോ. ഇവിടെ ആവക്കായ എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ചാറാണ്. അപ്പൊ ഇവിടെ സാമ്പാർ ഇതാന്ന് തോന്നണല്ലേ, സാമ്പാർ. ഇത് പരിപ്പും ദാല്, ഇതിൽ ഗീ ഒഴിച്ചിട്ടുണ്ട്. ആ ക്രതമുത്ത് പൊടി തട്ടിയതാ. വെള്ളം കുടിക്കേ. സെമി ഗ്രേവി ചിക്കൻ കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ നമുക്ക് കിട്ടിയത് ഈ ചിക്കനാണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഇത് നാഗാർജുന സ്പെഷ്യൽ സെമി ഗ്രേവി ചിക്കനാണ്. നമുക്കിതിരി പൊടി ഇട്ടിട്ട് കഴിച്ചു നോക്കാം. പൊടിയും ഈ പരിപ്പും. ഈ പരിപ്പും പിന്നെ ഈ പൊടിയും ഗീയും ഭയങ്കര ടേസ്റ്റാണ്. നല്ല രസമാണ്. പിന്നെ ഇതൊരു പച്ചടിയാണ്, പച്ചടി. ഇത് നമുക്ക് ഇതും കൂടി എടുത്ത് കഴിച്ചു നോക്കാം. ഞാൻ വെള്ളം തൊടാണ്ട് കഴിച്ചുകൊണ്ട് എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളെ ചിക്കൻ ഫ്രൈ മേടിച്ചു കേട്ടോ. അത് ചിക്കൻ പക്കോടി നമുക്ക് കഴിച്ചു നോക്കാം. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ആക്ച്വലി ഈ ഒരു വെജ് സദ്യയുടെ ഒപ്പം ഉണ്ടല്ലോ, അങ്ങനെ നല്ല മുടിഞ്ഞ ചിക്കനും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് രസമുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ സംഭാരം പോലെ ഉണ്ട്, പിന്നെ കട്ടത്തൈരുണ്ട് ഇവിടെ, പിന്നെ നമുക്ക് പായസമുണ്ട്, പിന്നെ നമുക്ക് ഈ ചിക്കൻ ഇത് നാഗാർജുന സ്പെഷ്യൽ സെമി ഗ്രേവി ചിക്കനാണ്, പിന്നെ ചിക്കൻ പക്കോടി, പിന്നെ പപ്പടം. സോ ഞാനത് കഴിക്കട്ടെ. പിന്നെ ഇവിടെ നമുക്ക് കൊണ്ടാട്ടം മുളകുണ്ട്. കൊണ്ടാട്ടം മുളകൊന്ന് കഴിച്ചു നോക്കാം. വലിയ വരുമുണ്ടോ? ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ആന്ധ്ര ഫുഡാണ് നാഗാർജുനല്ലേ. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഞാനെന്തായാലും എൻ്റെ ഫുഡ് കഴിക്കട്ടെ. ഞാനിപ്പോൾ ഈ പരിപ്പ് കറി നെയ്യ് പൊടിയിൽ വെച്ച് തുടങ്ങിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് കഴിക്കണം.
തൊട്ട് ബാന്ദ്ര മീൽസും ഏകദേശം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇട്ടിട്ടുണ്ട് പറഞ്ഞു. ഇഷ്ടമായ? ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ചിക്കൻ പക്കോടിയാണോ? അങ്ങനെയുണ്ട് ചന്ദ്രബി? ഇതിനേക്കാളും ഭയങ്കര മീൽസ് ഉണ്ടായിരുന്നു. അതെന്തുട്ടാണ് ഇവിടെ അല്ലേ എല്ലാ ഓഫീസ് എടുത്തവരുണ്ട്. ചന്ദ്രു പറയണ ഇവിടുത്തെ മീൽസ് നല്ല മീൽസ് തന്നെ, പക്ഷെ വേറെ ഇതിലും മുക്കറിനായി ഒരെണ്ണം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ പോകാൻ പറ്റിയില്ലെന്ന്. ചോറ് എക്സ്ട്രാ മേടിച്ചാലോ അപ്പൊ അവരൊന്ന് ഗീ വേണോ ചോദിച്ചോണ്ടിക്കോട്ടോ. ഞാനും വിചാരിച്ചു ഗീ വന്നോട്ടെ അപ്പൊ നിറച്ച് ഗീയാണ് ഇതിലൊക്കെ. ബ്രെഡ് പയഞ്ഞ എനിക്കിത് കണ്ടപ്പോ എന്താന്ന് മനസ്സിലായില്ല. എന്നിട്ട് ചന്ദ്രൻ പറയായിരുന്നു ഇത് ബ്രെഡാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ബ്രെഡ് തന്നെയാണോന്ന് അറിഞ്ഞിട്ട് നമ്മളിത് കൺഫേം ചെയ്യാതാത്ര. ഇത് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയ പായസട്ടോ. ഇത് ഒരു ബ്രെഡ് പായസട്ടോ ഈ കാണുന്നത്. സോ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബ്രെഡില്ലേ, ബ്രെഡല്ല ഗുലാബ് ജാമുൻ ഇല്ലേ, ഗുലാബ് ജാമുൻ അരച്ചൊരു പായസം ഉണ്ടാക്കിയ എന്തായിരിക്കും ടേസ്റ്റ്, അതാണ് ഇതിന്റെ ടേസ്റ്റ്. ബാംഗ്ലൂർ ഒരു ആന്ധ്ര മീൽസ് കിട്ടണ മോസ്റ്റ് ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് നാഗാർജുന. ഇപ്പോൾ ഇവിടെ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു മീൽസ്, ആന്ധ്ര മീൽസ് എന്തായാലും കിട്ടും. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ചന്ദ്രയുടെയും കൂടി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ആന്ധ്ര മീൽസിൽ നമുക്ക് ഒരു ഫ്രൈ പോലെ, വെജ് ഫ്രൈ പോലെ കിട്ടും. അങ്ങനത്തെ സാധനം ഇവിടെ ഇല്ല. പക്ഷേ സാമ്പാറാണെങ്കിലും പൊടിയാണെങ്കിലും ഗീ ആണെങ്കിലും റൈസ് ആണെങ്കിലും ദാലാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെന്താണ് ഇവിടെ അത്യാവശ്യത്തിന് വില കൂടുതലാണ്. പിന്നെ എനിക്ക് എന്താ ചിക്കൻ പക്കോടി ഐറ്റം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നാഗാർജുന സെമി ഗ്രേവി ചിക്കൻ ഓക്കെ ആയിരുന്നു. ഭയങ്കര ഒരു എക്സ്ട്രാ ഓർഡിനറി ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് വിശ്വസിച്ച് വന്ന് കഴിക്കാൻ പറ്റണ ഒരു ആന്ധ്ര മീൽസ് സ്പോട്ട് തന്നെയാണ്. പക്ഷേ എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്ന സമയത്തിന് ഏകദേശം ഒരു മണിക്കൂർ മുന്നേ തന്നെ വരണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. പോവാട്ടോ. അത് കഴിഞ്ഞിട്ട് ഡാൻസ് കളിച്ചോ? പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറെ ക്ലാസ്സിൽ പോയി. കുട്ടൂസ് സ്കൂളിൽ പോയി വന്നിട്ട് സ്കൂളിന്റെ മൂവി കണ്ടു. തോട്ടാബീവിന്റെ മൂവിയും കണ്ടിട്ട് സ്കൂളിൽ പോയ വിശേഷമായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നു. കുട്ടു ഇവിടെ കിടന്ന് കോക്കിരി കണ്ടോണ്ടിരിക്കട്ടോ. കുട്ടു കോക്കിരി. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഈ ഒരു വ്ളോഗ് അവസാനിക്കുകയാണ് ബാംഗ്ലൂരിലെ. ഇനി അടുത്ത വ്ളോഗിലായിട്ട് ഞാൻ ബാംഗ്ലൂരിലുള്ള എൻ്റെ അതേ പേരുള്ള ഒരു ബ്യൂട്ടി ഇൻഫ്ലുവൻസറെ കാണാൻ പോയിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരാളായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മളൊരു നല്ല കുറേ സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് കണ്ടു. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ക്രേസി ട്ടോ. ബൈ ബൈ.